സോ ഹലോ ഗൈസ്. സോ ടുഡേ നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നിനുമല്ല. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു Q&A വീഡിയോ ചെയ്യാനായിട്ടാണ്. കുറെ ആയി ഗൈസ് ഒരു Q&A വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പൊ എന്തായാലും നമ്മളിന്നൊരു Q&A വീഡിയോ അങ്ങ് ചെയ്തെങ്ങിടാൻ പോവാന്ന്. സോ ഒന്നും പറയാനില്ല. ഒരു കാര്യം ഞാൻ പറയാ, ഇന്നത്തെ ഈ ഒരു Q&A സത്യം പറഞ്ഞാൽ കുറച്ച് ഡാർക്കാണ് ഗൈസ്. ഓക്കെ, സത്യം പറഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കേട്ടപ്പോ ശരിക്കും എന്റെ കിളി പോയി, മനസ്സിലായ? സോ നമുക്ക് നേരെ എന്തായാലും Q&A വീഡിയോട്ട് കിടക്കാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ Q&A വീഡിയോ കിടക്കാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പൊ ഏതായാലും നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാ നോക്കാൻ പോവാണ്. സോ ഏതായാലും നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, മാരീഡ് ആണോന്ന് ബ്രോ? ഇവിടെ ഈ ഒരു മുഖം നോക്കിയിട്ട് ഇത് ചോദിച്ചത് ഒരു കുട്ടിയാണ് കേട്ടോ ഗൈസ്. ഓക്കെ, കുട്ടിക്ക് ഈ ഒരു മുഖം കണ്ടിട്ട് ഞാൻ മാരീഡ് ആയ ഒരു ഫീല് തോന്നുന്നുണ്ട്. കുട്ടി അറിയാത്തോണ്ട് ചോദിക്കുക, ഞാൻ മാരീഡ് ആണോ ചോദിക്കുന്നത് ഗൈസ്. അതല്ല, ആ കുട്ടിക്ക് തോന്നിയല്ലോ, ചെറിയ പ്രായമൊക്കെ തോന്നുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അല്ലാതെ വെറുതെ ഇങ്ങനെ അതേപോലെ നമ്മള് മാരീഡാണ്. 4 കുട്ടികളുണ്ട്. ഒരു കുട്ടി പഠിക്കുന്നത്, ഒരു കുട്ടി കൈക്കോ ചെയ്തത്, രണ്ടാമത്തെ കുട്ടി കോളേജ് എത്തി, മനസ്സിലായ? വലിയ അച്ഛന് അതെ സത്യ ഒരു ഉപകാരമുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിക്കണം. സോ ഗൈസ്, അപ്പൊ നമ്മൾ ഏതായാലും അടുത്ത ക്വസ്റ്റിനോട്ട് കിടക്കാൻ പോകുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചോദിച്ചതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഏതാ ഞാൻ പറഞ്ഞുതരാം. ഫ്യൂച്ചറിൽ എത്ര ബേബീസ്? ഫ്യൂച്ചറിൽ എത്ര ബേബീസ് ആണ്? ഈ നാട്ടിൽ നടപ്പുണ്ടല്ലോ, ആണായിട്ടും പെണ്ണായിട്ടും ഒന്നും മതി, അങ്ങനെ മതി. അല്ല, ഈ ഒരു ജനറേഷനിൽ ആണായിട്ടും പെണ്ണായിട്ടും ഒന്നും മതി എന്ന് പറഞ്ഞാൽ ചിലപ്പോ അതൊരു സോറി ഗൈസ്, അത് വേറെ എന്തെങ്കിലും ആകുമായിരിക്കാം. സോ അപ്പൊ അതുകൊണ്ട് രണ്ട് കുട്ടി മതി ഗൈസ്. ധാരാളം വേണ്ട, അല്ലെങ്കിൽ വേണ്ട 2 പെണ്ണും 2 ആണ്, അല്ലെങ്കിൽ വേണ്ട ഗൈസ് 3 പെണ്ണും 3 ആണും. ആ ക്വസ്റ്റ്യൻ കുറച്ച് തീരായിരുന്നു. സോ നമ്മൾ നമ്മുടെ ആഗ്രഹമാണെന്ന് പറഞ്ഞത്. സോ അതായത് നമ്മൾ നേരെ കടക്കാൻ പോകുന്നതിന് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ബ്രോ, യൂട്യൂബ് ഐ തിങ്ക് യൂട്യൂബർ ആയില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഐ തിങ്ക് ഞാൻ യൂട്യൂബർ ആയിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്നത്. ഞാൻ യൂട്യൂബർ ആയിരുന്നെങ്കിൽ ബ്രോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാ, എനിക്ക് പിന്നെ മേലനീ പണി ചെയ്ത ശീലമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലോട്ട് ഇറങ്ങിയത്. ബ്രോ ഞാൻ യൂട്യൂബർ അല്ലെങ്കിൽ ഞാൻ എന്നാ ചെയ്തിട്ടുണ്ടാവും ബ്രോ? ഞാൻ വല്ല ക്രിമിനലോ ഞാൻ വല്ല റോബറിയൊക്കെ ചെയ്ത് നടക്കായിരിക്കും. കാരണം നമുക്ക് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ലേ. നമുക്കിങ്ങനെ വീട്ടിലിരുന്ന് ഓരോ കാര്യങ്ങളും ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ്. കള്ളനാവട്ടെ ഞാൻ അങ്ങനെയില്ല കേട്ടോ ഗൈസ്, അതൊരു ഫണ്ടിന് വേണ്ടി പറയാണ്. മൊത്തം യൂട്യൂബർ ആയിരുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഗൈസ്? യൂട്യൂബ് ചെയ്തില്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഒരു ഞാൻ യൂട്യൂബർ ആയിരുന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വർക്കോ കാര്യങ്ങളൊക്കെ നോക്കി പോയിട്ടുണ്ടാവും. അല്ല, എനിക്ക് ചെറുപ്പം മുതൽ എനിക്ക് വലിയൊരു ആഗ്രഹം ഒരു യൂട്യൂബർ ആവണം, കുറച്ച് 4 ആൾ അറിയണം എന്നൊക്കെ ഉള്ള ഒരാളായിരുന്നേ. അതുപോലെ ആവുകയും ചെയ്തു. കുറച്ചൊക്കെ ഇനിയും നമ്മൾ ഇനിയും പടികൾ താണ്ടാനുണ്ട്. ഇതൊന്നും പോരാ, അതൊക്കെ ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ് ഗൈസ്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മനസ്സിലായ? നമുക്ക് ഈ 1 lakh 2 lakh ആക്കണം, 3 lakh ആക്കണം, 4 lakh ആക്കണം, 5 lakh ആക്കണം, 6 lakh ആക്കണം, 7 lakh ആക്കണം, 8 lakh 9 lakh ആക്കണം, 10 lakh അങ്ങനെ പോണം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഗൈസ്, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കുറച്ച് നൈസ് ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. എന്താണെന്നറിയോ ബ്രോ, ഫ്യൂച്ചർ ഗേൾ ഫ്രണ്ടിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? മൈ ഗോഡ് ഗൈസ്, എനിക്കെന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ഗേൾ ഫ്രണ്ടിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, പെണ്ണായാ മതി. ഈ ഒരു ജനറേഷൻ വെച്ച് പറയുന്നത് പെണ്ണായാ മതി, അത്രേ ഉള്ളൂ. പിന്നെന്ന് പറയുമ്പം നല്ലൊരു കുട്ടിയായിരിക്കണം. ഒരുപാട് വലിയ ഐ തിങ്ക് ഈ ഒരു ജനറേഷനിൽ പെട്ട് ഒരു കുട്ടി ആയിരിക്കാൻ പറ്റത്തില്ല. ഒരു സിമ്പിൾ കുട്ടി, മനസ്സിലായ? അല്ലാതെ ന്യൂജൻ ആയിരിക്കണം പറയാതിരിക്കുന്നില്ല ഗൈസ്. ഒരു സിമ്പിൾ കുട്ടി, കുറച്ച് ബുദ്ധിയൊക്കെ മതി, വലിയ ബുദ്ധിയൊന്നും വേണ്ട. സിമ്പിൾ കുട്ടി ഗൈസ്. അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഒരു കല്യാണ ആലോചനകളൊക്കെ നമുക്ക് നടത്താം ഗൈസ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഡാർക്കാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താ ബ്രോ? ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ചെയ്യുന്നത് എന്താണെന്നറിയോ? അങ്ങനെയൊന്നുമല്ല ബ്രോ. ഞാൻ കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കൂടുതൽ നേരം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഗൈസ്, എഡിറ്റിംഗ് ചെയ്യും, ഗെയിം കളിക്കും, പിന്നെ ഫുഡ് കഴിക്കും, പിന്നെ ഒറ്റയ്ക്ക് പുറത്തൊക്കെ നടക്കാൻ പോകും. ഞാൻ അങ്ങനത്തെ ഒരു സൈക്കോ ആണ് ഞാൻ. പിന്നെ
പിന്നെ കൂടുതൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഗൈസ്, ഗെയിം കളിക്കും, എഡിറ്റിംഗ് ആണ് മെയിൻ ഗൈസ്. എഡിറ്റിംഗ് ആണ്, പിന്നെ കണ്ടന്റ്, പുതിയ കണ്ടന്റും കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കും. അതൊക്കെയാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്യാം. അല്ലാതെ നമ്മൾ മറ്റേ സോറി ഗൈസ്, നമ്മൾ മനസ്സിലായ. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നവർ നമ്മളിങ്ങനെ എഡിറ്റിംഗ് ചെയ്യാനും പുതിയ കണ്ടന്റും കാര്യങ്ങളൊക്കെ ആലോചിച്ചു പുതിയ കണ്ടന്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവ് ചെയ്യണോ നമ്മള് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കൂടുതൽ ആലോചിക്കാറുള്ളത്. സോ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ചോദിച്ചവനായത് എനിക്ക് അറിയത്തില്ല കേട്ടോ, കാര്യം അറിയാലോ. ബെഡിൽ കിടന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താ ബ്രോ? എന്താ ചോദിച്ചേ മുതേ? ഞാൻ കാര്യം പറയാം, ഇതിന്റെ 2 പോർഷൻസ് ഉണ്ട്. ഐ മീൻ സോറി 4 അല്ല 2. ഒന്ന് ഒന്നുമില്ല. സത്യം പറഞ്ഞ ബെഡിൽ കിടന്നോട് ഞാൻ കൂടുതൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രോ ചാച്ചു ഉറങ്ങും. ബ്രോ എന്തൊരു ഊള ക്വസ്റ്റ്യനോ. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ കമന്റ് ചെയ്യണം, മനസ്സിലായ ബ്രോ? സത്യം പറഞ്ഞ ഞാൻ കൂടുതൽ ബെഡിൽ ആകെ ഞാൻ ചെലവഴിക്കുന്നത് വെറും 4, 5, 6, 7, 8, 9, 10, 11 ബ്രോ. ജസ്റ്റ് ഒരു 8 അവർ മാത്രം കടന്നുറങ്ങാൻ മാത്രം ഞാൻ അത് യൂസ് ചെയ്യത്തുള്ളൂ. അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഒരു കേരളമല്ലേ, മനസ്സിലായോ? അത്രയേ ഉള്ളൂ ബ്രോ, കൂടുതൽ ഉറങ്ങും ബ്രോ. എന്താ ബ്രോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ബ്രോ? ബ്രോയുടെ വിചാരം ഒന്ന് എന്റെ വായിന്ന് വേറെ നീ വരുന്നത് വരത്തില്ല ബ്രോ, ഞാൻ ഗുഡ് ബോയ്. സോ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ, രാവിലെ എഴുന്നേറ്റുടനെ കയ്യിലെടുക്കുന്നത് എന്താ? സ്വാഭാവികം നല്ലപോലെ തന്നെ പറയാ, ഫോൺ. രാവിലെ എണീച്ച ഉടനെ നമ്മൾ എടുക്കുന്ന എന്താ? ഫോൺ. അതെല്ലാരും അറിയാം. ഈ ഇപ്പോഴത്തെ പിള്ളേർ നമ്മളെല്ലാരും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കയ്യിലെടുക്കും ഫോൺ തന്നെയാ ബ്രോ. രാവിലെ എണീക്കും, ഫോൺ എടുക്കും, യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കും, വ്യൂവേഴ്സ് കയറിയോ നോക്കും, സബ്സ്ക്രൈബേഴ്സ് എത്രയാ നോക്കും, റവന്യൂ എത്ര കയറിയോ നോക്കും. ഇതൊക്കെയാണ് എന്റെ പരിപാടി. അതാണ് രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഉച്ചയ്ക്ക്, മനസ്സിലായ? രാവിലെ ഞാൻ എണീക്കാത്തത് കൊണ്ട് പിന്നെ രാവിലെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ രാവിലെ എണീക്കത്തില്ല. ദാറ്റ്സ് എ പോയിന്റ്, യു നോ. സോ ഗൈസ്, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു സെലിബ്രിറ്റീനെ ഒരു ദിവസം ഡേറ്റ് ചെയ്യാൻ പറ്റിയാൽ ആരെയാണ് ചൂസ് ചെയ്യുക? ബ്രോ ഗൈസ്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന സെലിബ്രിറ്റി എന്ന് പറയുമ്പോ ബുർജ് ഖലീഫ. സോ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒരു ദിവസം ഓപ്പോസിറ്റ് ജെൻഡർ ആയാൽ ആദ്യം എന്ത് ചെയ്യും? ബ്രോ, ഒരു ദിവസം ഒരു ഗേൾ ആവാൻ പറ്റുന്നതില് ഞാൻ ആദ്യം എന്ത് ചെയ്യും ബ്രോ? അങ്ങനെയൊക്കെ ചോദിച്ചാ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യും ഗൈസ്? ഗേൾസ് സ്കൂളിൽ പോയി പഠിക്കും ആദ്യം, മനസ്സിലായ? ഗേൾസ് സ്കൂളിൽ പോയി പഠിക്കും, പിന്നെ കുറെ ഗേൾസ് ഫ്രണ്ട്സ് ഉണ്ടാക്കും, കുറെ ഗേൾസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ ഉണ്ടാക്കും, അവരായിട്ട് ചില്ലടിച്ച് നടക്കും, മനസ്സിലായ? ആദ്യത്തെ ഗൈസ് ഗേൾസ് സ്കൂളിലോ അല്ലെങ്കിൽ ഗേൾസ് കോളേജിലോ പോയി പഠിക്കും, അതൊന്ന്. പിന്നെന്ന് പറയുമ്പം സോറി അല്ല ഗൈസ്, അത്രയൊക്കെ ഉള്ളൂ. ഗേൾസ് സ്കൂളിൽ പോയി പഠിക്കും, കുറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാക്കും, ചില്ലടിച്ചൊക്കെ നടക്കും, മനസ്സിലായ? അതൊരു നല്ലൊരു ഐഡിയ ആണെന്നത്. സോ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഒരു ദിവസം ഇൻവിസിബിൾ ആയാൽ ആദ്യം എന്ത് ചെയ്യും? സോ ഒരു ദിവസം ഞാൻ ഇൻവിസിബിൾ ആവുകയാണെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വല്ല PC-യോ അല്ല PS5-ഓ വല്ല കമ്പനി ഉണ്ടാവുമല്ലോ, ആ കമ്പനിയിലോട്ട് പോയിട്ട് അവിടെയുള്ള PS5-ഉം റാം പിന്നെ മറ്റേ നമ്മുടെ PC സാമാനങ്ങളൊക്കെ ഞാൻ അങ്ങ് കട്ടിട്ട് അങ്ങ് വരും. പിന്നെന്ന് പറയുമ്പോ ഗൈസ് പല സ്ഥലങ്ങളിലും പൈസ കൊടുക്കാതെ കയറി ചില്ലടിച്ച് നടക്കും, പിന്നെ കടകളിലും കാര്യങ്ങളൊക്കെ പോയിട്ട് പല സാധനങ്ങളും എടുത്ത് മോഷ്ടിച്ചിട്ട് വരും, സ്വാഭാവികം. പിന്നെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞാൽ ശരിയാകത്തില്ല. സോ ഗൈസ്, അപ്പൊ ഏതായാലും നമ്മൾ ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാൻ പോകുന്നത്. സോ ആ ഒരു അവസാനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഏതാ നോക്കാം. സോ ക്രഷ് നിന്റെ ചാറ്റ് ആക്സിഡന്റലി ഓപ്പൺ ചെയ്താൽ ആദ്യം ഡിലീറ്റ് ചെയ്യുന്ന മെസ്സേജ് ഏതാ? സോ ഗൈസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ഒരു മടിയും കൂടെ ഞാൻ പറയും, ആദ്യം ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന എന്റെ കൂട്ടുകാരന്മാരുടെ ചാറ്റ് ചെയ്യും. ബിക്കോസ് കുമ്പുള്ളാരെ കാട്ടും ഒരു പെൺകുട്ടീനോട് എങ്ങനെയാണ് ചാറ്റ് ചെയ്യുന്നത്? പൊന്നെ, കരളെ, ഉമ്മ, മുത്തെ, സ്വത്തെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൂട്ടുകാരന്മാർക്ക് മെസ്സേജ് ചെയ്യുന്നത്. ആ തായോടുള്ള ചാറ്റായിരിക്കും ഞാൻ ആദ്യം ഡിലീറ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ അവള് വിചാരിക്കും ഞാൻ വേറെ വല്ല എന്താണ്, മനസ്സിലായ? അപ്പൊ നമ്മൾ ആ ചെറുക്കന്മാരുടെ ചാറ്റ് ഇട്ടിട്ടുള്ളൂ, പെൺപിള്ളേരുടെ ചാറ്റ് ഡിലീറ്റ് ചെയ്തില്ല ഞാൻ. ബിക്കോസ് ഐ ആം എല്ലാ ഗേൾസിനും റെസ്പെക്ട് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അത്രയേ ഉള്ളൂ.
സോ അപ്പൊ ഏതായാലും ഇന്നത്തെ ഒരു Q&A വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു Q&A വീഡിയോ ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളത് കമന്റ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. സോ ഏതായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പൊ ഇന്ന് എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പൊ ഇതുപോലത്തെ മോർ വീഡിയോസ് Q&A അല്ലാതെ വേറെ എന്തെങ്കിലും വീഡിയോ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറയും, ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒമേകൾ ലൈവ് എന്ന് പറഞ്ഞിട്ട് മാത്രം നടന്നൊരു കാര്യമല്ലോ, പുതിയ വീഡിയോസ് ചെയ്യണമല്ലോ. സോ അപ്പൊ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തിടുക. സോ അതുപോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ അപ്പൊ ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.